തൃക്കാക്കരയിൽ മഹാബലിപുരം എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഓണം പാർക്ക് എന്ന പേരിൽ ഒരു പാർക്കുണ്ട്. ഓണനാളുകളെ സ്വീകരിക്കുന്നതിലുള്ള ആവേശത്തിലാണ് ഓണം പാർക്ക്. ഓണം പാർക്കിൻ്റെ വിശേഷങ്ങളും ചരിത്രവും അറിയാം. കാക്കനാട് ജംഗ്ഷനും പടമുകൾ ജുമാ മസ്ജിദിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മാവേലിപുരം എന്ന ശാന്തമായ ഒരു റെസിഡൻഷ്യൽ കോളനി സന്ദർശകരെ കൗതുകപ്പെടുത്തുന്ന ഒന്നാണ്. തൃക്കാക്കരയുടെ സമ്പന്നമായ ഓണചരിത്രവുമായി ഈ പ്രദേശത്തിനും അവിടുത്തെ പാർക്കിനും അടുത്ത ബന്ധമുണ്ട്. വിരമിച്ച സ്കൂൾ അധ്യാപകനും തൃക്കാക്കര കൾച്ചറൽ ആർട്സ് സൊസൈറ്റി അംഗവുമായ പോൾ മെച്ചേരി ഉൾപ്പെടെയുള്ളവരുടെ പരിപാലനത്തിലാണ് ഓണം പാർക്ക് മുന്നോട്ടു പോകുന്നത്. ഓണോത്സവത്തിൻ്റെ ഈറ്റില്ലം തൃക്കാക്കരയാണ്. മഹാബലി ചക്രവർത്തി തലസ്ഥാനം തൃക്കാക്കരയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ച് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് ഇവിടെ തൃക്കാക്കരയിലാണെന്നാണ്. തൃക്കാൽ പതിഞ്ഞ മഹാവിഷ്ണുവിൻ്റെ കാൽ പതിഞ്ഞ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് തൃക്കാക്കരയായി മാറിയത് എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഐതിഹ്യ പെരുമയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കോരിത്തരിപ്പിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു ഭരണകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ജന്മം കൊടുത്തൊരു നാടായിട്ടാണ് തൃക്കാക്കരയെ കാണപ്പെടുന്നത്. കൊച്ചിൻ ടൗൺ പ്ലാനിംഗ് ട്രസ്റ്റ് 1970കളിൽ വിഭാവന ചെയ്ത പാട്ടുവരിക്കൽ ടൗൺ പ്ലാനിംഗ് സ്കീമിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു ഭവന പദ്ധതി പ്രദേശമാണ് മാവേലിപുരം. ഈ മാവേലിപുരം എന്ന് പേരിടാൻ കാരണം തന്നെ മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ തൃക്കാക്കരയുടെ ഈ ഓണത്തിൻ്റെ പൈതൃക സംസ്കൃതി അതിനെ പ്രൊക്ലൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഓണം പാർക്ക് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്ഥലത്തിന് മാവേലിപുരം എന്ന് പേരിട്ടത് GCDA ആണ്. വർഷങ്ങളായി ഈ പ്രദേശത്ത് നടന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഇടം കൂടിയാണ് ഈ പാർക്ക്. വിവിധ കലാപ്രവർത്തനങ്ങളും സദസ്സുകളുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. വീണ്ടും ഒരു ഓണക്കാലം കൂടി എത്തിയതോടെ ഏറെ സന്ദർശകരെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മഹാബലിയുടെയും ഓണത്തിൻ്റെയും പൈതൃകം പേറി തലയെടുപ്പോടെ ഓണം പാർക്ക് നിലനിൽക്കുകയാണ്. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.